ഹായ് ഓൾ, വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻസിൻ്റെ കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇഫ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഫോർ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഫ്രം എ മീഡിയം ടു വാക്വം ഈസ് 45 ഡിഗ്രി, ഡിറ്റർമൈൻ ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന എന്തൊക്കെയാണ്? നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ക്രിട്ടിക്കൽ ആംഗിൾ തന്നിട്ടുണ്ട്, വെലോസിറ്റി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമുക്കറിയാവുന്ന ഇക്വേഷൻസ് എന്താണ്? ഗിവൺ ദാറ്റ് ക്രിട്ടിക്കൽ ആംഗിൾ ഫോർ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ തന്നിട്ടുണ്ട് 45 ഡിഗ്രി. എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണെന്ന് നമുക്കറിയാം. പിന്നെ എന്താണ്? അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ്? 1/sin 45 ഡിഗ്രി. ഓക്കെ, എന്താണ് നമ്മൾ പഠിച്ചേക്കണത്? എന്താണ്? തീറ്റ സി ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് n1/n2 ആണ് അല്ലേ? തീറ്റ സി ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് n1/n2. അപ്പോൾ ഇവിടെ എന്താണ്? ഇനി തീറ്റ സി തന്നിട്ടുണ്ട് 45 ആണ്. അപ്പോൾ നമുക്ക് സൈൻ 45 ഈക്വൽ ടു എന്താണ്? n1/n2 എന്നിടാം. ഓക്കെ, n1 എന്താണ്? n1 എന്താണ്? എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്. ഓക്കെ, അപ്പോൾ 1/n2 എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ കേസിൽ നമുക്ക് എന്താണ്? n ഈക്വൽ ടു 1/sin 45 എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1.414 ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ്? നൗ ദ ഫോർമുല ടു കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം v ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ബൈ n എന്ന് വെച്ച് എന്താണ്? നമുക്കറിയാം സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം ആണ്. അതായത് നമ്മൾ ജനറലായിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് എന്താണ്? വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എയർ ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം ആണ്. ആ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ എന്താണ്? എന്നിൻ്റെ വാല്യൂ നമുക്കറിയാം 1.41 എന്ന് കിട്ടി. അപ്പോൾ വെലോസിറ്റി ഓഫ് മീഡിയം ഇസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ബൈ n ആണ്, 1.414. ഓക്കെ, ദെൻ ദാറ്റ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2.12 ഇൻറ്റു 10⁻². ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, 2.12 ഇൻറ്റു 10⁸8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ: ആൻ ഒപ്റ്റിക്കൽ ഫൈബർ മെയ്ഡ് അപ്പ് ഓഫ് ഗ്ലാസ് വിത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1 ഈക്വൽ ടു 1.5 വിച്ച് ഈസ് സറൗണ്ടഡ് ബൈ അനദർ ഗ്ലാസ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n2. Find the refractive index n2 of the cladding such that the critical angle between two cladding is 80 degree. ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കേസാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ് ഒപ്റ്റിക്കൽ ഫൈബർ എന്തിന് എക്സാമ്പിളാണ്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷന് എക്സാമ്പിളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പഠിച്ചിരിക്കുന്ന ഫോർമുല യൂസ് ചെയ്യാം. ഓക്കെ, ക്രിട്ടിക്കൽ ആംഗിൾ തീറ്റ തന്നിട്ടുണ്ട് 80 ഡിഗ്രി, n1 തന്നിട്ടുണ്ട് 1.5, n2 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സൈൻ തീറ്റ സി ഇസ് ഈക്വൽ ടു n2/n1. സൈൻ അത് നിങ്ങൾ n1 n2 എന്നുള്ളത് ഏതിൻ്റെ ആയിട്ട് എടുക്കുന്നു അതനുസരിച്ച് നമുക്ക് n1 n2 മാറ്റി കൊടുക്കാം. ഓക്കെ, അപ്പോൾ സൈൻ തീറ്റ ഈക്വൽ ടു n2/n1 ആണ്. തീറ്റ സി ഇസ് ഈക്വൽ ടു സൈൻ 80 ഈക്വൽ ടു n2/n1, 1.5, n2 ഈക്വൽ ടു 1.5 ഇൻറ്റു സൈൻ 80. സോ n2 ഈക്വൽ ടു 1.48. ഓക്കെ, അതാണ് ഇതിൻ്റെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n2 ഓഫ് ക്ലാഡി സച്ച് ദാറ്റ് ക്രിട്ടിക്കൽ ആംഗിൾ തന്നിട്ടുണ്ട്, n1 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് n2 കണ്ടുപിടിക്കാമല്ലോ. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് n2 നമുക്ക് കിട്ടി 1.48. അപ്പോൾ നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നോ യൂണിറ്റ്. അപ്പോൾ ദാറ്റ് ആൻസർ ഈക്വൽ ടു 1.48. ഐഡൻറ്റിഫൈ ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദ സ്പാർക്കിംഗ് ഓഫ് ഡയമണ്ട്സ്. അതെന്താണ് സ്പാർക്കിംഗ് ഓഫ് ഡയമണ്ട്സ്? നമുക്കറിയാം, നമ്മൾ പഠിച്ചാണ്. സ്പാർക്ലിംഗ് ഓഫ് ഡയമണ്ട്സ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ് അല്ലേ? നമ്മൾ തിയറി ആയിട്ട് പഠിച്ചാണ്. റിലേഷൻ ബിറ്റ്വീൻ ദ ആംഗിൾസ് ഓഫ് വാട്ടർ ആൻഡ് ക്രിട്ടിക്കൽ ആംഗിൾസ് ഓഫ് വാട്ടർ ആൻഡ് ഗ്ലാസ് ഈസ്. ഓക്കെ, ക്രിട്ടിക്കൽ ആംഗിൾസ് ഓഫ് വാട്ടർ ആൻഡ് ഗ്ലാസ്. അപ്പോൾ നമുക്കറിയാം ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് വാട്ടർ ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് ആയിരിക്കും അല്ലേ? വാട്ടർ ബിക്കോസ് ഗ്ലാസ് ആണ് മോർ ഡെൻസർ ദാൻ വാട്ടർ. സോ ക്രിട്ടിക്കൽ ആംഗിൾ ഈസ് ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് വാട്ടർ ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് ആയിരിക്കും. ഓക്കെ, ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മസ്റ്റ് ബി ഡാഷ് ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ.
ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ. എങ്ങനെയാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുകയുള്ളൂ അല്ലേ. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ. നമുക്കറിയാം ഫോർ ദ ടു കണ്ടീഷൻസ് ഫോർ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്താണ് അല്ലേ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസും അപ്ലൈ ചെയ്താൽ മാത്രമാണ്, സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കണ്ടു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു ഓൾ.